നമസ്കാരം. മലയാള ജാലകത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത് ശബ്ദ സാമ്യവും അർത്ഥവ്യത്യാസവും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലെ ചില പദങ്ങളാണ്. പൊതുവെ എല്ലാ മലയാളം പരീക്ഷകൾക്കും 2 മാർക്ക് വരെ ലഭിക്കാവുന്ന ഒരു ചോദ്യമാണിത്. ശബ്ദസാമ്യവും അർത്ഥവ്യത്യാസവും. അനങ്കം, അനങ്കം ആകാശം. അനങ്കൻ, അനങ്കൻ കാമദേവൻ. അംഗമില്ലാത്തവൻ എന്ന അർത്ഥത്തിലാണ് അനങ്കൻ എന്ന് വരുന്നത്. അകലൻ ഈശ്വരനാണ്, അകലം ദൂരമാണ്. അക്ഷി കണ്ണ്, അക്ഷു വലയാണ്. അക്ഷി നമ്മൾ മീനാക്ഷി, നളിനാക്ഷിയൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്. അത് കണ്ണാണ്. അക്ഷു വലയാണ്. അകാരം വീടാണ്, അകിരം സ്വർഗമാണ്. അഗ്നിജം, അഗ്നിജം സ്വർണമാണ്. അഗ്നിജൻ വിഷ്ണുവാണ്. വിഷ്ണു എന്നും സുബ്രഹ്മണ്യനെന്നും അതിനർത്ഥം വരുന്നുണ്ട്. അങ്കണം മുറ്റമാണ്. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീണെന്നൊക്കെ വൈലോപ്പിള്ളി എഴുതിയിട്ടുണ്ട്. അങ്കണം മുറ്റമാണ്. അങ്കദം പാമ്പാണ്. അങ്കദം പാമ്പ്. അങ്കജം, അങ്കജം രക്തമാണ്. നിണം, രുധിരം, ഉദിരം എന്നൊക്കെ രക്തത്തിന് പറയാറുണ്ട്. അതുപോലെ തന്നെ അങ്കനം, അങ്കനം അടയാളമാണ്. അഭിജ്ഞാനം എന്നൊക്കെ അതിന് പറയാറുള്ളതാണ്. അടയാളത്തിന് അഭിജ്ഞാന ശാകുന്തളമൊക്കെ ഓർക്കുക. അങ്കനം അടയാളം. അജിരം ശരീരമാണ്. അജിഹം, അജിഹം തവള, അജിഹം തവളയാണ്. അടവി, അടവി വനമാണ്. അടർ, അടർ യുദ്ധമാണ്. അദ്രി, സമീപകാലത്തൊരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായതാണ്. അദ്രി പർവ്വതമുള്ളത്. സഹ്യാദ്രി, ഹിമാദ്രി ഒക്കെ അത് അങ്ങനെ ഉപയോഗിക്കാറുള്ളതാണ്. അദ്രിജം കന്മതമാണ്. അദ്രിജം കന്മതം. അദ്രിജ, അദ്രിജ പാർവതിയാണ്. അദ്രിജ പാർവതി. ശബ്ദസാമ്യം അർത്ഥവ്യത്യാസം എന്ന ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചില പദങ്ങളാണ് പരിചയപ്പെടുത്തിയത്. ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക. മറ്റൊരു ക്ലാസ്സിൽ PC പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണവുമായി വീണ്ടും കാണാം. നന്ദി.